ഇന്നലെയാണ് ലോകം മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഈ പ്രഖ്യാപനങ്ങൾ, ഈ സൈനിക നീക്കങ്ങളൊക്കെ സംഭവിച്ചത്. എന്താണിപ്പോൾ അവിടുത്തെ അവസ്ഥ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അമേരിക്ക ബന്ദിയാക്കിയ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും ഇപ്പോൾ US എത്തിച്ചിരിക്കുകയാണ്. മദുറോയ്ക്കെതിരെ നാർക്കോട്ടിക് ടെററിസം, ലഹരികടത്തിന്റെ ഗൂഢാലോചന, മാരകായുധങ്ങൾ കയ്യിൽ വെക്കലടക്കമുള്ള വലിയ കുറ്റങ്ങളാണ് ചുമത്തി ഇരിക്കുന്നത്. എന്തായാലും വിചാരണ ആരംഭിക്കുകയാണ്. ന്യൂയോർക്കിൽ എത്തിച്ചിരിക്കുന്ന മഡുറോ ഇനി നേരിടേണ്ടി വരുന്നത് വലിയ വിചാരണയാണ്. വെനസ്വേലയിൽ ശരിയായ അധികാര കൈമാറ്റം ഉണ്ടാകും വരെ അമേരിക്ക അവിടെ ഭരിക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. ആവശ്യമെങ്കിൽ വെനസ്വേലയ്ക്ക് വീണ്ടും ആക്രമണം നടത്തുമെന്ന ഭീഷണിയും ട്രംപ് മുഴക്കിക്കഴിഞ്ഞു. വെനസ്വേലയിലെ എണ്ണക്കമ്പനികൾ മുഴുവൻ ഇനി US കമ്പനികൾ കൈകാര്യം ചെയ്യുമെന്നുമാണ് പ്രഖ്യാപനം. എന്തായാലും ലോകരാജ്യങ്ങൾ മുഴുവൻ മുറ്റുനോക്കുകയാണ് ഈ സാഹചര്യം. ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിനു മേൽ അമേരിക്കയുടെ ഈ കടന്നുകയറ്റത്തിന് പിന്നിൽ ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങൾ മാത്രമല്ലാണോ, അതല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മറ്റ് ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ടോ? വിശദമായി നമുക്ക് പരിശോധിക്കാം എന്താണ് ഈ സാഹചര്യങ്ങളെന്ന്. ആദ്യം അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, നിലവിലുള്ള അവസ്ഥ എന്താണ്? ഇന്നലെ ട്രംപിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഉയർന്ന ചോദ്യങ്ങളിൽ എന്തായിരുന്നു ഈ ഓപ്പറേഷൻ, എന്താണ് ചെയ്തത്, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇക്കാര്യങ്ങൾ ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഈ വിചാരണ നടപടികളൊക്കെ വേഗത്തിൽ ആരംഭിക്കാനാണോ സാധ്യത? സജിത്ത്, ഇപ്പോൾ അമേരിക്കയിലെ DEAയുടെ ഓഫീസിലാണ് മദുറോയും ഭാര്യയും ഉള്ളത്. അവിടെ ചോദ്യം ചെയ്യും. ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് നാർക്കോ ടെററിസം, അതായത് ലഹരി ഭീകരവാദം, അതുപോലെ ലഹരി കടത്തിനുള്ള ഗൂഢാലോചന, അതുപോലെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള വെപ്പൺസ്, മെഷീൻ ഗൺസ് അടക്കമുള്ള ആയുധങ്ങൾ കയ്യിൽ വെച്ചു തുടങ്ങിയിട്ടുള്ള വകുപ്പുകളാണ് മദുറോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മദുറോ ഇപ്പോൾ അമേരിക്കയിലെ ബ്രൂക്ലിനിലുണ്ട്. ബ്രൂക്ലിനിലെ DEAയുടെ ഓഫീസിലാണ്. അവിടെ നിന്ന് ജയിലിലേക്ക് മാറ്റും. പിന്നീട് നാളെ വിചാരണ കോടതിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും മദുറോയുടെ കാര്യത്തിൽ ഏറെക്കുറെ അമേരിക്ക തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വെനസ്വേലയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിലേക്ക് വന്നാൽ, അവിടെ ഡെൽസി റോഡ്രിഗസ്, വെനസ്വേലൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡെൽസി റോഡ്രിഗസ് അവിടുത്തെ ഭരണം ഇപ്പോൾ താത്കാലികമായി ഏറ്റെടുത്തിരിക്കുന്നു. ഇടക്കാല പ്രസിഡന്റായി ഭരണം ഏറ്റെടുത്തിരിക്കുന്നു. മാത്രമല്ല, അവിടുത്തെ സൈന്യം, വെനസ്വേലൻ സൈന്യം അവിടെ ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായി കഴിഞ്ഞു. ഇപ്പോഴത്തെ സർക്കാരിന് പൂർണ്ണ പിന്തുണയാണ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതേസമയം അവിടെ ഒരു പുതിയൊരു സർക്കാർ, അതായത് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു സർക്കാർ അധികാരത്തിലേൽക്കുന്നത് വരെ വെനസ്വേലയുടെ ഭരണം അമേരിക്ക നയിക്കും എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ 2024 അവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ട്, അല്ലെങ്കിൽ അവിടെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടിയ നേതാവ് എന്നുള്ള നിലയിൽ എഡ്മണ്ടോ ഗോൺസാലസിനെ ഒരുപക്ഷെ അവിടെ പുതിയ അധികാരമേൽപ്പിക്കാൻ, അതായത് അമേരിക്ക വെനസ്വേലയുടെ അധികാരത്തിലെത്തിക്കാൻ ഒരു സാധ്യതയുണ്ട്. എന്തായാലും മറീന മച്ചാഡോയെ, അവിടുത്തെ നിലവിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മറീന മച്ചാഡോയെ നൊബേൽ സമ്മാന ജേതാവാണ്. അവരെ അധികാരത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ പുതിയ ഒരു സാഹചര്യം വെനസ്വേലയിൽ ഉണ്ടാകുന്നത് വരെ അവിടുത്തെ ഭരണം താൻ നയിക്കും, അല്ലെങ്കിൽ അമേരിക്ക നയിക്കുമെന്നുള്ളത് കൃത്യമായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. പിന്നെ ഈ വെനസ്വേലയിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്, അമേരിക്കയുടെ വെനസ്വേലയിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് അവിടുത്തെ എണ്ണ ഖനികൾ തന്നെയാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് വെനസ്വേല. അപ്പോൾ ആ വെനസ്വേലയിൽ 1976 അമേരിക്കൻ കമ്പനികളെല്ലാം പുറത്താക്കിയിരുന്നു. അവിടുത്തെ എണ്ണ കമ്പനികളെ ദേശസാൽകൃതവൽക്കരിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ വീണ്ടും അമേരിക്കയുടെ കമ്പനികൾ വെനസ്വേലയിലെത്തി അവിടുത്തെ എണ്ണ മുഴുവൻ അമേരിക്ക ഖനനം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അതിനുശേഷം അത് അമേരിക്കയിലെത്തിച്ച് അമേരിക്ക മറ്റ് ലോകരാജ്യങ്ങൾക്ക് വിറ്റഴിക്കും. അങ്ങനെ അതിൻ്റെ ഒരു വലിയ ഭാഗം ലാഭവും അമേരിക്ക എടുത്തതിന് ശേഷം അതിൽ വെനസ്വേലയ്ക്കും അതിൻ്റെ ഒരു പങ്ക് നൽകുമെന്നുള്ള കാര്യം കൂടി ഡൊണാൾഡ് ട്രംപ് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. നേരത്തെ മദുറോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു. ഈ ലഹരിക്കടത്തും ലഹരി മാഫിയയും എല്ലാം തൻ്റെ മേലിൽ ആരോപിക്കുന്നത് അമേരിക്കയുടെ ലക്ഷ്യമാണ്. അത് എന്തിനെന്ന് വെച്ചാൽ വെനസ്വേലൻ സർക്കാരിൻ്റെ ജനപ്രീതി ഒഴിവാക്കി ആ സർക്കാരിനെ മറിച്ചിട്ട് പകരം അവർക്കിഷ്ടമുള്ള ഒരു സർക്കാരിനെ കൊണ്ടുവന്ന് ആ രാജ്യത്തിൻ്റെ എണ്ണ നിക്ഷേപങ്ങളും അതുപോലെ അവിടുത്തെ മിനറൽസും തട്ടിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് അമേരിക്കയുടെ പിന്നിലെന്ന് മദുറോ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ആ പറച്ചിൽ, അത്തരം മദുറോയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള വാർത്താ സമ്മേളനമാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. പിന്നെ ഇതിൽ മറ്റ് ചില ആരോപണങ്ങൾ കൂടിയുള്ളത്, ഇത്രയും വലിയ എണ്ണ നിക്ഷേപമുള്ള ഒരു രാജ്യമായിട്ട് പോലും എന്തുകൊണ്ട് ആ രാജ്യത്ത്
വലിയ രീതിയിൽ അവർക്ക് ഉയർച്ച ഉണ്ടായില്ല. അവിടുത്തെ മദൂറോയുടെ സർക്കാർ ആ രാജ്യത്തെ ജനങ്ങളെ അടിച്ചമർത്തുന്നു, പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളുണ്ട്. മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും മദൂറോയ്ക്കെതിരെ നിൽക്കുന്ന പ്രതിപക്ഷമാണ് അവിടെ ഉള്ളത്. ഒരു വലിയ വിഭാഗം ആളുകളും മദൂറോയ്ക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആ വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ മുതലെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും നിലവിൽ അവിടെ ഒരു വലിയ രീതിയിൽ അടിയന്തരാവസ്ഥയുണ്ട്. ആളുകൾ കൂട്ടം കൂടി ഇറങ്ങാൻ പാടില്ല. മാത്രമല്ല അമേരിക്കൻ സൈന്യവും അതുപോലെ വെനസ്വേലൻ സൈന്യവും എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ വെനസ്വേലയിലുള്ളത്. ഇപ്പോൾ നിലവിൽ മദൂറോ അമേരിക്കയിലാണ്. എന്നിരുന്നാൽ പോലും അവിടുത്തെ വെനസ്വേലയുടെ അവിടുത്തെ ഭരണം ഇപ്പോൾ ഡെൽസി റോഡ്രിഗസ് നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ ഒരു ഓപ്പറേഷൻ ഇന്നലെ രാവിലെ 2 മണിക്ക് നടന്ന ഓപ്പറേഷന് വേണ്ടി കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ തന്നെ വലിയ രീതിയിലുള്ള പരിശീലനം അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് നടത്തി വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്. അവിടെ ഈ മദൂറോ താമസിച്ചിരുന്ന വീടിൻ്റെ അതുപോലെ ഒരു മിനിയേച്ചർ അമേരിക്കയിൽ ഉണ്ടാക്കുകയും അവിടെ എങ്ങനെയാണ് ഈ മദൂറോയുടെ വീടിൻ്റെ പൂട്ട് തകർക്കുക എന്നുള്ള കാര്യത്തിൽ 1 മാസത്തോളം ഡെൽറ്റ ഫോഴ്സ് അവിടെ പരിശീലനം നടത്തുകയുണ്ടായി. അങ്ങനെ കഴിഞ്ഞ 4 ദിവസം, അതായത് ഈ ആക്രമണം ഇന്നലെ നടന്നു, അതിന് 4 ദിവസം മുമ്പ് തന്നെ ഡൊണാൾഡ് ട്രംപ് ഈ ഒരു ആക്രമണത്തിന്, ഈ ഒരു പ്രോജക്റ്റിന്, ഓപ്പറേഷൻ ആബ്സല്യൂട്ട് റിസോൾവ് എന്നാണ് ഈ പ്രോജക്റ്റിന്, ഈ ഒരു ഓപ്പറേഷൻ അവർ പേരിട്ടത്. അങ്ങനെ ആ ഓപ്പറേഷൻ അവർ നടത്തുന്നു. ഇന്നലെയാണ് അവർ അത് നടത്തിയത്. അങ്ങനെ മദൂറോയെ ഈ ഓപ്പറേഷൻ അല്ലെങ്കിൽ അമേരിക്കയുടെ ആക്രമണം നടക്കുന്നുവെന്നറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് മദൂറോയെ അവർ പിടികൂടുന്നത്. ഉടൻ തന്നെ അവർ അവിടുന്ന് അമേരിക്കയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇന്നലെ നടന്ന ഒരു ആക്രമണം, അതിനുശേഷം രാജ്യത്ത് വലിയ രീതിയിലുള്ള അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ ലോകരാജ്യങ്ങൾ ഞെട്ടുന്നു. റഷ്യ, ഇറാൻ, അതുപോലെ ചൈന, ക്യൂബ, കൊളംബിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളെല്ലാം ഈ ഒരു ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തി. അതേസമയം അർജന്റീന, ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഫ്രാൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഈ ഒരു അവിടെ വലിയ രീതിയിലുള്ള രക്തച്ചൊലിച്ചിലൊന്നും ഉണ്ടാവരുത്, പക്ഷേ അധികാര കൈമാറ്റം ഉണ്ടാവണം എന്നുള്ളൊരു പ്രതികരണം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ 2 പക്ഷത്ത് ഈ വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ലോകരാജ്യങ്ങൾ 2 പക്ഷത്താവുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനമായും ഒന്ന് പരിശോധിക്കേണ്ടത്, എന്തുകൊണ്ട് വെനസ്വേലയിൽ അമേരിക്ക ലക്ഷ്യമിടുന്നു? ഈ അമേരിക്ക പറയുന്നത് പോലെ ഈ ഒരു ലോകരാജ്യങ്ങളിലേക്ക് മാരകമായിട്ടുള്ള രാസലഹരി കയറ്റി അയക്കുന്ന ഒരു രാജ്യമാണോ കൊളംബിയ? അതുമാത്രം ആ ഒരു കാരണം കൊണ്ട് മാത്രമാണോ അമേരിക്ക വെനസ്വേലയെ ലക്ഷ്യം വെച്ചത്? ഇത്തരത്തിലൊരു ആക്രമണം നടത്തി ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലേക്ക് അമേരിക്ക മുന്നോട്ട് പോയത് അതുമാത്രമാണോ അതിന് കാരണമെന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനമായും അമേരിക്കയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് വെനസ്വേല എന്ന് പറയുന്നത്. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്ന് വെറും 2000 കിലോമീറ്റർ മാത്രമേ ഈ വെനസ്വേലയുടെ തലസ്ഥാനമായിട്ടുള്ള കാരക്കാസിന് ദൂരമുള്ളൂ. അപ്പോൾ ഈ ഫ്ലോറിഡയിൽ നിന്ന് കാരക്കാസിലേക്ക് 2000 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. മാത്രമല്ല ഇതിനിടയിലുള്ളതാണ് ഈ കരീബിയൻ സീ. അമേരിക്കയുടെയും വെനസ്വേലയുടെയും ഇടയിലുള്ളതാണ് ഈ കരീബിയൻ സീ എന്ന് പറയുന്നത്. ഈ കരീബിയൻ സീയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ വാർഷിപ്പുകളും ആണവ സബ്മറൈനുമെല്ലാം ഇപ്പോൾ വന്ന് കിടക്കുന്നത്. ഈ മേഖലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അമേരിക്കൻ നേവൽ ഫ്ലീറ്റ്സ് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. മാത്രമല്ല ഈ അമേരിക്കയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ഈ വെനസ്വേല എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് എതിർപക്ഷത്തുള്ള റഷ്യ, ചൈന, ഇറാനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള രാജ്യമാണ്. അപ്പോൾ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു രാജ്യം തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കാൻ ഒരു ശ്രമം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ട്. അതും കൂടി ഈ ഒരു ഓപ്പറേഷൻ്റെ ലക്ഷ്യമായി അമേരിക്ക കാണുന്നുണ്ട്. മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യം, 303 ബില്യൺ ബാരൽ എണ്ണയാണ് അവിടെ ഉള്ളത്, വെനസ്വേലയിൽ ഉള്ളതെന്നാണ് കണക്കുകൂട്ടൽ. അങ്ങനെ വരുമ്പോൾ മാത്രമല്ല ഈ വെനസ്വേലയിൽ ഉള്ള എണ്ണയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു ഹെവി ക്രൂഡാണ്, അത് ഹെവി ഓയിലാണ്. അവിടുത്തെ ക്രൂഡ് ഓയിൽ കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പോൾ അതിന് സാധാരണമായി മറ്റ് എണ്ണകളെ റിഫൈൻ ചെയ്യുന്നത് പോലെ പറ്റില്ല. അതിന് കൂടുതൽ കെമിക്കൽ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ആ കെമിക്കൽ പ്രോസസ്സ് നടത്താൻ കുറച്ച് പാടായതുകൊണ്ടാണ് വെനസ്വേലയെ സംബന്ധിച്ച് അവരുടെ എണ്ണ നിക്ഷേപത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള ലാഭങ്ങൾ കൊയ്യാൻ കഴിയാതെ പോയത്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് ഇത്തരം കെമിക്കൽ പ്രോസസ്സുകൾ നടത്താൻ കഴിയുന്ന വിവിധ എണ്ണ കമ്പനികളുണ്ട്. ആ കമ്പനികളെ നേരെ വെനസ്വേലയിലേക്ക് പറഞ്ഞു വയ്ക്കും. എന്നിട്ട് അവിടുന്ന് ഈ കമ്പനികളെ ഉപയോഗിച്ചുകൊണ്ട് എണ്ണ റിഫൈൻ ചെയ്തെടുത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് അയച്ച് അതിൻ്റെ ലാഭം എടുക്കാമെന്നുള്ളതാണ് അമേരിക്കയുടെ ഇതിൽ ഒരു ലക്ഷ്യമായി കാണുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് ഇപ്പോൾ വെനസ്വേല റഷ്യയും ചൈനയുമായി ഏറ്റവും
ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ ഭരണത്തെ അട്ടിമറിച്ചാൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇറാനും അനുകൂലമായി നിൽക്കുന്ന രാജ്യത്തെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു ലക്ഷ്യം കൂടി അമേരിക്ക ഇതിൽ മുന്നിൽ കാണുന്നുണ്ട്. അതും കൂടാതെ തന്നെ ഇപ്പോൾ വെനസ്വേല എന്ന് പറയുന്നത് ഈ കരീബിയൻ സീയുമായി ചേർന്ന് ഇവിടെ ഈ കരീബിയൻ സീ വഴി കൊളംബിയയിൽ നിന്ന് വരുന്ന ഈ മാരകമായിട്ടുള്ള രാസലഹരി ഈ കരീബിയൻ സീ വഴി വെനസ്വേലയുടെ സഹായത്തോടു കൂടി നേരെ ഈ മിയാമി ഫ്ലോറിഡ വഴി ഫ്ലോറിഡയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ വാദം. അപ്പോൾ ആ ഒരു നീക്കം കൂടി തടയാൻ കഴിയും. മാത്രമല്ല ഈ കരീബിയൻ സീ മേഖല മുഴുവൻ, അതായത് ഈ വെനസ്വേലയുമായി ബോർഡർ പങ്കിടുന്ന കരീബിയൻ സീ ആ മാരിടൈം ബോർഡർ അത് മൊത്തം അമേരിക്കയ്ക്ക് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം. മാത്രമല്ല സ്വന്തം അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു സർക്കാരിനെ കൂടി അവിടെ കൊണ്ടുവരാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഒരു രാജ്യം കൂടി തങ്ങളുടെ മേഖലയിലേക്ക് എത്തുമെന്നുള്ളതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. മാത്രമല്ല നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, സൗദി അറേബ്യ, ഇറാൻ, റഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളെല്ലാം വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളാണ്. അത് അവരുടെ വലിയ ഒരു സമ്പത്തായി തന്നെ മാറുന്നു. അവർക്ക് ഒരു വരുമാന മാർഗമാണ്, വലിയ വരുമാന മാർഗമാണ് എണ്ണ എന്ന് പറയുന്നത്. അതേസമയം അമേരിക്കയെ സംബന്ധിച്ച് അത്തരത്തിലൊരു വരുമാനം ലഭിക്കുന്നില്ല. അപ്പോൾ വെനസ്വേലയുടെ അധികാരം കൂടി, അല്ലെങ്കിൽ പരോക്ഷമായെങ്കിലും വെനസ്വേലയുടെ അധികാരം കൂടി കിട്ടിയാൽ തങ്ങൾക്ക് അതിനനുസരിച്ച് തങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു കാര്യം കൂടി അമേരിക്ക ലക്ഷ്യം വെക്കുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം 2006 സദാം ഹുസൈനെ തൂക്കിക്കൊല്ലുന്ന സമയവും സദാം ഹുസൈൻ വലിയ മാസ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വെപ്പൺസ് കയ്യിൽ വയ്ക്കുന്നു, അമേരിക്കയ്ക്കെതിരായിട്ടുള്ള വലിയ ഗൂഢാലോചന നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സദാം ഹുസൈനെ പിടിച്ചുകൊണ്ട് പോകുന്നതും പിന്നീട് ഇറാഖിലെ എണ്ണ മുഴുവൻ ഖനനം ചെയ്യാൻ ശ്രമിക്കുന്നതും പിന്നെ ഇറാഖ് എന്ന് പറയുന്ന രാജ്യം തകർന്നു പോകുന്നതും. അപ്പോൾ അതേപോലെ ഒരു നീക്കമാണോ ഈ വെനസ്വേലയിലും അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്? അവിടുത്തെ എണ്ണ മുഴുവൻ ഊറ്റിയെടുക്കാനുള്ള ശ്രമമാണോ? എന്നിട്ട് സ്വന്തം രാജ്യത്തെ അമേരിക്കയെ വിപുലീകരിക്കാനും അതിന് പിന്നാലെ വെനസ്വേല നശിക്കാനുമുള്ള രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള ചില കാര്യങ്ങൾ കൂടി വിദേശ വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും വെനസ്വേലയെ സംബന്ധിച്ച് അതികഠിനമായ ഒരു സമയത്ത് കൂടിയാണ് കടന്നു പോകുന്നത്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി. മാത്രമല്ല പ്രതിപക്ഷം ഇനി ആരവിടെ ഭരണത്തിൽ വരും? നിലവിലുള്ള ഡെൽസി റോഡ്രിഗസിന് ആ ഭരണവുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ? അല്ലെങ്കിൽ ഡെൽസി റോഡ്രിഗസിനെ താഴെ ഇറക്കുന്നതിന് ഉള്ള നടപടികൾ നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു സംഭവ വികാസങ്ങൾ വെനസ്വേലയെ ചുറ്റിപ്പറ്റി ലോകത്ത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. സജിത്ത്.